ബൈനോമിയൽ തിയറത്തിന്റെ ബേസിക് എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചോദിക്കാം: 102⁴. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 102⁴ യൂസിങ് ബൈനോമിയൽ തിയറം. അതായത് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് 102⁴ വാല്യൂ കണ്ടുപിടിക്കുക. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ 102⁴ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. അത് തന്നെയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിച്ചു, നമുക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറുതെ കാൽക്കുലേറ്ററിൽ അടിച്ച് ഉത്തരം എഴുതി വെച്ചാൽ അവർ മാർക്ക് ഇടത്തില്ല. എന്ത് പറഞ്ഞിട്ടുണ്ട്? ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 102നെ നമുക്ക് 100 ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കണം. 102നെ നമുക്ക് 102⁴ കണ്ടുപിടിക്കാനുള്ളത്. 102⁴ നമുക്ക് ഇങ്ങനെ എഴുതാമല്ല, 100+2 എന്ന് എഴുതാം 102നെ. അപ്പോൾ ⁴ അതുപോലെ തന്നെ, അതായത് 102നെ നമുക്ക് 100+2 എന്ന് എഴുതും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം, ബൈനോമിയൽ തിയറം ഉപയോഗിച്ചു. എങ്ങനെയായിരുന്നു എക്സ്പാൻഡ് ചെയ്തിട്ടിരുന്നത്? ഏറ്റവും ഹയസ്റ്റ് പവർ എത്രയാണെന്ന് നോക്കുക, 4. അപ്പൊ 4ൽ തുടങ്ങുക. 4C0, 4C1, 4C2, 4C3, 4C4. 4 1 2 3 4 5 ടേംസ് ഉണ്ട്, പവർ 4 വന്നിരിക്കുന്നത് കാരണം. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം എടുക്കുക. ഫസ്റ്റ് ടേമിന് ഏറ്റവും കൂടിയ പവർ കൊടുക്കുക. അതായത് 100⁻, എത്ര കൊടുക്കണം? 4. അടുത്ത എത്ര കൊടുക്കണം? 100ന് 4ൽ നിന്ന് 1 കുറച്ച് 3. അടുത്തത് 100ന് 2 കൊടുക്കുക. അടുത്തത് 100ന് 1 കൊടുക്കുക. അടുത്തത് 100ന് 0 കൊടുക്കുക. ഇനി എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇനി 2ന് ഏറ്റവും കുറഞ്ഞ പവർ എത്രയാണ്? 0. ഇപ്പൊ 2⁻0, അടുത്തത് 2⁻1, അടുത്തത് 2², അടുത്തത് 2³ അടുത്തത് 2⁻4. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പവർ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 4 വരുന്നുണ്ടോ നോക്കണം. കാര്യം ഹയസ്റ്റ് പവർ 4 ആണ്. ഇതിന്റെ രണ്ടിന്റെയും പവർ കൂട്ടുമ്പോൾ 4 വരണം. 4 0 4, 3 1 4, 2 2 4, 1 3 4, 0 4 4. ഇനി ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിപാടി, പ്ലസ് ആയതുകൊണ്ട് എല്ലായിടത്തും പ്ലസ്. മൈനസ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, അങ്ങനെ. അപ്പൊ ശ്രദ്ധിച്ചു ചെയ്യാം. നമുക്ക് 4C0 വാല്യൂ, ഇത് ആദ്യത്തേതാണ് കേട്ടോ പറയാൻ പോകുന്നത്. 4C0 വാല്യൂ കണ്ടുപിടിക്കുക. 4C0 കാൽക്കുലേറ്ററിൽ അടിക്കുക. ഉത്തരം എത്ര കിട്ടും? നമുക്ക് 1 എന്ന് കിട്ടും. ഇൻറ്റു ഇതും സംശയമുള്ളവര് കാൽക്കുലേറ്ററിൽ അടിച്ചോ. 100⁻4. 100⁻4 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് 4 × 2 8 0 വരണം. 8 മതില്ലേ? 4 4 8 ഇൻറ്റു 2⁻0 എത്രയാണ്? 1. ക്ലിയർ ആയില്ലേ? അടുത്തത് രണ്ടാമത്തേലേക്ക് പോവുകയാണ്. പ്ലസ് 4C1 എത്രയാണ്? 4 ഇൻറ്റു 100⁻3. അപ്പോൾ 3 × 2 1 കഴിഞ്ഞിട്ട് 6 0 വരണം. എത്ര 0 വരണം? 6 0 വരണം. എടാ ഇതൊക്കെ വെറുതെ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി അതെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. 100³ എന്ന് പറഞ്ഞ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ആൻസർ വരും. അല്ലെങ്കിൽ 1 കഴിഞ്ഞിട്ട് 6 0 ഇൻറ്റു 2⁻1 എത്രയാണ്? 2. അടുത്തൊന്നും കഴിഞ്ഞില്ലടാ, ഇതേ അടുത്തത് പ്ലസ് 4C2 എത്രയാണ്? 6 ആണ്. ഇൻറ്റു 100² എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് 4 0 കേട്ടാ. 1 കഴിഞ്ഞിട്ട് എത്ര 0? 4 0 ഇൻറ്റു 2² എത്രയാണ്? 4. ക്ലിയർ ആയില്ലേ? പ്ലസ് 4C3 എന്ന് പറഞ്ഞാൽ 4C1 ആണ്, അതായത് 4 ഇൻറ്റു 100⁻1 എത്രയാണ്? 100 ഇൻറ്റു 2³ എത്രയാണ്? 8. കേട്ടല്ലോ? ഇത് ഞാൻ താഴത്തെ എഴുതുവാണ്. പ്ലസ് 4C4 എത്രയാണ്? 1 ഇൻറ്റു 100⁻1 എത്രയാണ്? 1 ഇൻറ്റു 2⁻4 എത്രയാണ്? 16. കേട്ടല്ലോ? ഇനി ഇതെല്ലാം ഇൻറ്റു ചെയ്ത് എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളണം. 1 × 1 1 ആണ്. 1 ഇൻറ്റു ഈ സാധനം അത് തന്നെ അല്ലേ? അപ്പോൾ 1 കഴിഞ്ഞിട്ട് 8 0 5 6 7 8 പ്ലസ് ഇവിടെ നോക്ക് 4 × 2 8. 8 ഇൻറ്റു ഇത് ചെയ്യാൻ നേരത്ത് 8 കഴിഞ്ഞിട്ട് ഈ 6 0 ഇട്ടാൽ പോരെ. അപ്പോൾ 8 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 0 പ്ലസ് 6 × 4 24 ആണ്. 24 ഇൻറ്റു ഇത് ചെയ്യാൻ നേരത്ത് 24 കഴിഞ്ഞിട്ട് എത്ര 0?
40 കേട്ടല്ലോ, പ്ലസ് 8 × 4 32, 32 × 100 ചെയ്യാൻ നേരത്ത് 32 കഴിഞ്ഞിട്ട് 2 0 പ്ലസ് 16, 1 × 1 × 16 16 തന്നെ. എടാ ഇനി ഇതെല്ലാം കൂടി കൂട്ടിയെടുത്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഇനി ആലോചിച്ച് കൂട്ടി തെറ്റിക്കണ്ട, എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെയ്തേക്കാം, നോക്കിയേ, അവസാനം ഒരു 16 വരും, പിന്നെ 2 0 കഴിഞ്ഞിട്ടൊരു 32 വന്നു, പിന്നെ 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 24 വരും, പിന്നെ പിന്നെ ഒരു 8 വന്നു, പിന്നെ ഒരു 0 കഴിഞ്ഞിട്ട് 1. ഇതാണോ കിട്ടിയത്? ഇതായിരിക്കാം ആൻസർ. കേട്ടല്ലോ, കൂട്ടിയെടുക്കുമ്പോൾ ഈ ആൻസർ കിട്ടണം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മോഡലിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഇത് സിമ്പിളായിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 98⁵5 ചോദിക്കാം. 98⁵5 നമ്മളപ്പോൾ എങ്ങനെ ചെയ്യും? 98നെ 100ന്റെ അടുത്തുള്ള നമ്പറുമായിട്ട് 100 - 2 എന്ന് എഴുതാനല്ലടാ. അപ്പൊ 100 - 2⁵5 ഇത് നമുക്ക് ചെയ്യാം, ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ചെയ്യാമല്ലോ, എളുപ്പമല്ലേ? അടുത്തത് വേണമെങ്കിൽ 103⁻6 ചോദിക്കാം. എങ്ങനെ ചെയ്യാം? 103നെ നമുക്ക് 100 + 3 എന്ന് എഴുതാം, ⁻6 എന്ന് എഴുതാം. അപ്പോൾ ഈ മോഡലിൽ ചോദ്യങ്ങൾ വരും. സിമ്പിൾ അല്ലേ? കഴിഞ്ഞ തവണ ചെയ്ത അല്ലെങ്കിൽ ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷെ ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് എഴുതിയിട്ട് അങ്ങോട്ട് ചെയ്തോളൂ. തെറ്റിച്ച് കളയരുത്, വെറുതെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത ഉത്തരം കിട്ടുന്ന സാധനമാണ് കേട്ടല്ലോ, തെറ്റിക്കരുത്. സിമ്പിൾ അല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത ഏകദേശം ഇതിൻ്റെ അകത്തെ പരിപാടികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 1 ഷോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, ഇത്ര ഉള്ളടാ ഈ ചാപ്റ്റർ, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇനി വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടല്ലോ.